എപ്പോഴും ആലോചിക്കുക, ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കൽ ഭഗവാൻ വരുമ്പോൾ മാത്രമേ വൃന്ദാവനത്തിലെ ഗേറ്റ് ഓപ്പൺ ആകത്തുള്ളൂ. വൃന്ദാവനം, ഗോലോക വൃന്ദാവനം എന്ന് പറയുന്ന ഭഗവാന്റെ ആധ്യാത്മിക ലോകം, ആ ഗേറ്റ് തുറക്കുന്നത് ഭഗവാൻ വരുമ്പോൾ മാത്രം. പ്രത്യേകിച്ച് ചൈതന്യ മഹാപ്രഭു. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് വൃന്ദാവന ലീലകൾ ആടി നമ്മൾക്ക് കാണിച്ചിട്ട് തന്നിട്ട് പോയി. പക്ഷെ എൻട്രൻസ് കിട്ടിയിട്ടില്ല, ഭാഗവതം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ ഭാഗവതം എങ്ങനെയാണ് കണ്ടിരുന്നത്? ഇപ്പോൾ നിങ്ങൾ ഭാഗവതം എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുന്നുണ്ട്, ഭാഗവത സപ്താഹമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഇത്രയും ഗോലോക വൃന്ദാവനം, ഭഗവാന്റെ വൃന്ദാവനത്തിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഗോപിയമാര്, ശ്രീമതി രാധാറാണി ആരാന്നൊക്കെ നമുക്ക് ഇത് ഇത്രയും മനസ്സിലായോ? അതിപ്പോഴല്ലേ? ഇതിനു മുമ്പേ നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അല്ലേ? ഒന്ന് ആലോചിച്ചു. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിഫറൻസ്. മഹാപ്രഭു വരുമ്പോഴാണ് നമുക്ക് ഇത്രയും ആക്സസ് കിട്ടുന്നത്. അതിന് മുമ്പേ തന്നെ നമുക്ക് ഭക്തിയുടെ ഒരു അടിത്തറ കിട്ടിയത് പോലും മഹാപ്രഭുവിലൂടെയാണ്. കാരണം നമുക്ക് ഗുരുവായൂരപ്പനോട് ഒരു ഇഷ്ടമുണ്ട്. അന്നേരം പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന, മേൽപ്പത്തൂർ നമ്പൂതിരിപ്പാടിന്റെ മേൽപ്പത്തൂർ നമ്പൂതിരിപ്പാടിന്റെ നാരായണീയം, അല്ലേ? കുറൂരമ്മയുടെ ചരിതം, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഇത്രയും ആഴത്തിൽ കയറി എന്തുകൊണ്ട്? അവർ വന്നതുകൊണ്ടല്ലേ. അവരെ പറഞ്ഞയച്ചത് പോലും ചൈതന്യ മഹാപ്രഭു. ആ ഭാഗവതം നമുക്ക് ലഭിച്ചത് മഹാപ്രഭു. ആലോചിച്ചു. അന്നേരം നമ്മൾ പോലും അറിയാതെ എത്രത്തോളം ചൈതന്യ മഹാപ്രഭു നമ്മളോട് കാരുണ്യം കാണിച്ചു ആലോചിച്ചു.